ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. നമ്മളമ്മച്ചും കൂടി നമ്മളെ പെരയുള്ള ദിവസമാണ് കേട്ടോ. അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇമ്മച്ചി വന്ന് അപ്പോൾ ഇതാന്ന് ഞാൻ കപ്സ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ കോഴിയൊക്കെ കൊണ്ടുവന്നതിന് കപ്സക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പക്കപ്പളെ കൊണ്ടുവരിക നമ്മളുണ്ടാക്കുക തിന്നുക ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കുറേ മുന്നേ കൊണ്ടുവന്ന് വെച്ചാണ്ട് കോഴി ഫ്രിഡ്ജിലും അവിടെയും ഇവിടെയും കൊടുന്ന് വെച്ചാണ്ട് അരിയൊക്കെ കൊടുന്ന് വെച്ചാണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അപ്പക്കപ്പളെ കൊണ്ടുവരിക ഉണ്ടാക്കുക അത്രേ ഉള്ളൂ. ഉണ്ടാക്കാനൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാനൊന്നും ഒരു പരുവില്ല മക്കളെ. നമ്മളെ സാധാ വെറുംചോറ് ഉണ്ടാക്കണമെങ്കിൽ കൂടി പറയില്ല. വെറുംചോറ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വെള്ളം വെക്കണം, പിന്നെ അരിയിട്ട് കൊടുക്കണം, തിളപ്പിച്ച് വേവിച്ചണം, ഊറ്റിയെടുക്കണം, ഇങ്ങനത്തെ പണികളൊക്കെ ഇല്ലേ. പിന്നെ അതിക്കൊരു ചാറുണ്ടാക്കണം, കൂട്ടാണ്ടാക്കണം, ഇതൊക്കെ ഉണ്ടാക്കണ്ടേ. അതൊന്നും വേണ്ട. കോഴി കൊണ്ടുവരിക, അതിക്ക് കുറച്ച് തക്കാളി ഇതൊക്കെ പാടിട്ടാണ് വഴറ്റിയെടുത്താണ്ട് അരിയും ചോറും വെള്ളം ഒക്കെ പാടൊപ്പം വെച്ചാൽ 2 വിസിലാണ് കുക്കറിലാണ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കപ്സ ചോറ് ഇവിടെ റെഡി ആയി കിട്ടും ചെയ്യും. അപ്പോൾ അതാ കോഴിയൊക്കെ കൊടുന്ന് ഞാനൊക്കെ നല്ല കേക്ക് എടുക്കട്ടെ. ആദ്യം നമ്മൾ കോഴിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. കോഴി പൊരിച്ചാണ് ഞാൻ കപ്സ ചോറ് ഉണ്ടാക്കണത്. അപ്പോൾ അതാ കൊണ്ടുവന്ന കോഴിക്കൊന്ന് ഞാനവിടെ കേക്ക് എടുത്തിട്ടൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ കേട്ടോ. വലിയ കഷ്ണങ്ങളാക്കി കാണാനൊരു ചോർക്കുണ്ടല്ലോ. ചെറിയ കഷ്ണങ്ങളാക്കി പൊരിച്ചുമ്പോഴേ കപ്സ തിന്നുമ്പോൾ ആ ടേസ്റ്റും അതിൻ്റെ സ്വയം കൂടെ കയ്യിലോടുത്തോണ്ട് എത്തി കിട്ടുള്ളൂ കോഴിൻ്റെ. കോഴി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാണ് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചാണ് ഞാൻ ആ എണ്ണയിലൊക്കെ ഇട്ടാണ് പൊരിച്ചെടുക്കാൻ കേട്ടോ. ബോട്ടിൽ കൊണ്ടുവന്നത് തന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേരും. ഇനി ഉച്ചയാകുമ്പോഴത്തേന് ഒരു 12:30 ആകുമ്പോഴത്തേന് വാങ്ങ് കൊടുക്കും ചെയ്യൂലേ. പള്ളം തിരിഞ്ഞ് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ആണ്. അപ്പോൾ പാടെ വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയതുമില്ല. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ സ്കൂളും കൂടിയുള്ള ദിവസമല്ല. അപ്പോൾ ചെറിയ മക്കളും കൂടി പെരേണ്ടായിട്ടുണ്ടെങ്കിൽ ഓരോരിക്കലും മാറ്റിലൊക്കെ കഴിഞ്ഞ് ഓരോ പറഞ്ഞു വെച്ചിട്ടുമാണ് നമുക്ക് പെരയത്തെ പണികളൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതാ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഞാൻ കാട്ടിത്തരട്ടെ എന്നോട് കഴിയുന്ന വിധത്തിൽ. ഒക്കെ പാടൊന്നും വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കുക്കർ ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിന്. ഞാൻ കോഴി അങ്ങേപ്പുറത്ത് അടുപ്പത്ത് പൊരിച്ചോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുക്കർക്ക് ഇനി നമ്മളെ കപ്സൻ്റെ കിറ്റ് തന്നെ കേട്ടോ. ആ കിറ്റിൽ ഉണ്ടാവില്ല എല്ലാ സാധനങ്ങളും. സെപ്പറേറ്റ് വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് വേറെ വാങ്ങണമെങ്കിൽ ആൾക്കാരൊക്കെ കയറണമെങ്കിൽ വാങ്ങാമെന്നല്ലാതെ നമുക്കിപ്പോൾ ഇന്നൊക്കെ ഇപ്പോൾ ഈ കിറ്റ് തന്നെ എമ്പാടും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങട്ടെ. അപ്പോൾ അത് അതിക്ക് ഞാൻ സണ്ണ് വെച്ചാൽ വേണ്ടി നിൽക്കാണ്ട് കുക്കറൊക്കെ നല്ലോണം ചൂടായിക്കണ്. വീഡിയോ ഒക്കെ എടുത്താണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് സമയം പിടിച്ചും ചെയ്യും. കുക്കറൊക്കെ നല്ലോണം ചൂടായും ചെയ്തിട്ടുണ്ട്. ക്യാമറ ഓൺ ആയിരുന്നു അതാണൊക്കെ നോക്കി വന്നപ്പോത്തിന് അപ്പോൾ ആ സണ്ണ് ഞാൻ പൊട്ടിച്ചാണ്ട് ആ സണ്ണത്തെ മൊത്തം സണ്ണ് ഞാൻ എത്തിക്കാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പാകിക്കാറല്ലോ. ഈ ഒരു കിറ്റിക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ പാകിക്കാറല്ലോ തീറ്റേ. കുക്കർക്കാണ് സണ്ണാട് വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ ചൂടാകേണ്ട ആവശ്യമൊന്നുമില്ല. കുറേ നേരം ഒന്നും നല്ലോണം ചൂടായി ഇങ്ങനെ നിൽക്കല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ ഏലക്കായും പട്ടിയും പൂവാണ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ നല്ല അരിഞ്ഞെടുത്ത് ചെയ്തിന്, പച്ചമുളകൊക്കെ ഇഞ്ചിയൊക്കെ ചതച്ചെടുത്തിന്, വെളുത്തുള്ളിയൊക്കെ അതൊക്കെ പാടത്തേക്കാണ് ഒന്നായിട്ടാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇന്നലെ വഴച്ചെടുത്താണ് പിന്നെ നമുക്ക് കപ്സൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത്. വഴറ്റിയിട്ടതിന് ശേഷമാണ് കേട്ടോ. വഴറ്റിയെടുക്കുന്നതിന് മുന്നേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കപ്സൻ്റെ പൊടിയൊക്കെ ആകെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കപ്സ ഒരു രസവും കിട്ടൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴറ്റിയിട്ടൊന്നുണ്ടായതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ആ കപ്സൻ്റെ പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലൊരു മാഗി ക്യൂബും കൂടി ഉണ്ടാവില്ല, അതുകൂടി അതിലേക്ക് നുള്ളിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം പാർന്ന് കൊടുക്കരുത് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് ചുടുവെള്ളമാണ് കേട്ടോ. ഞാൻ 1 കിലോ അരി കൊണ്ടാണ് കേട്ടോ ഞാൻ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 9 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്താണ് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചാൽ വേണ്ടിയിട്ട്. ആ തിളച്ച വെള്ളം ഞാൻ ഇതിക്കാണ്ട് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്താണ്ടേ. ഇപ്പോൾ കണ്ടേ നിങ്ങൾ സാമ്പാർ വെച്ച മാതിരി ആയില്ലപ്പോൾ വെള്ളം. അപ്പോൾ ആ കോയും അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഞാൻ അങ്ങോട്ട് പൊരിച്ചെടുത്തും ചെയ്തീനി. ഇനിയിപ്പോൾ ആ വെള്ളം തിളക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളമാണല്ലോ പാർന്ന് കൊടുത്തത്. അപ്പോൾ ആ അരിയൊക്കെ ഞാൻ നല്ലോണം കൈകന്നാക്കിയാണ് ഇനിയിപ്പോൾ ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. അപ്പോൾ ആ കൊണ്ടുവന്നീനി അതിലൊക്കെ നല്ലോണം കൈകന്നാക്കിയാണ് ഞാൻ കുക്കർക്കാണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കോഴി പൊരിച്ചില്ല ആ കോഴി പൊരിച്ചതും ഇതിക്കാണ്ട് ഇട്ട് കൊടുത്താണ്ടേ നല്ലോണം ഇതേപോലെ ഇളക്കി കൊടുത്താണ്ട് ആ ഉള്ളിയും തക്കാളിയും കോയും അരിയൊക്കെ പാടെ കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്ത് എടുത്തിട്ട് അപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തും ആ സാധനങ്ങളൊക്കെ അവിടെ എത്തി ചെയ്തോളും. അപ്പോൾ ഉണ്ടാക്കി വെച്ച സമയത്ത് എല്ലായിടത്തും ഉണ്ടാവും ചെയ്യും. മറ്റേത് നമ്മൾ അരി ഇട്ട് കൊടുത്താൽ കോഴി ഇട്ട് കൊടുത്താൽ പിന്നെ ഞാൻ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ അവിടെ കിടക്കൂലേ. കപ്സ എന്ന് പറയുന്നത് എല്ലാതും കൂടി കൂട്ടിക്കലർത്തി കൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും കൊണ്ട് എത്തേണ്ട ചോറിൻ്റെ അത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അപ്പോൾ അത് നന്നായിട്ട് കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നെയാണ് മൂടി വെക്കുക. അപ്പോൾ അതാ പിന്നെ അതിലേക്ക് ഞാൻ ഉണക്കനാരങ്ങ ഉണ്ടായിക്കൊല്ലോ അതിൻ്റെ ഒപ്പം കിട്ടുന്നത് ആ ഉണക്കനാരങ്ങയും കൂടി ഇതിക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് അങ്ങോട്ട് മൂടി വെച്ചാണ്ട് 2 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എത്തിച്ച് അങ്ങോട്ട് ഓഫാക്കിയിട്ടാണ്ട് കുറച്ച് നേരം ഒന്ന് ആവി പോകാൻ വേണ്ടി വെച്ചാൽ മതി. മുഴുവനായിട്ട് ആവി പോകണ്ട. അപ്പോൾ ഒത്തിരി ചിലപ്പോൾ ചില അരി വേറും ചില അരി വല്ല വേവുള്ള അരിക്കാരും. അപ്പോൾ അരി കാണുമ്പോൾ നമുക്ക് ഓരോ അരി മനസ്സിലാവില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മൂടി വെച്ചാൽ പിന്നെ ആവിയൊക്കെ പോക്കിയിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി കപ്സ ചോറും ഇവിടെ റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ആ ചോറാകുമ്പോഴത്തേന് ഇതാ കുറച്ച് പണികളൊക്കെ എടുക്കുകയാണ്. നമുക്ക് തിരുമ്പിയതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് ചിക്കിയിട്ടില്ല. അപ്പോൾ സാധനം കൊണ്ടപ്പോൾ ഞാൻ ഇനി 12:30 ആകുമ്പോഴത്തേന് ബാങ്ക് കൊടുക്കുമല്ലോ. ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് പള്ളി തിരിഞ്ഞ് വരുമ്പോഴത്തേന് ചോറാണ്ടേ അത് വിചാരിച്ചാണ് ഞാൻ ചോറുണ്ടാക്കാൻ വേണ്ടി
തിരുമ്പിയതൊക്കെ അവിടെ ബക്കറ്റിൽ അങ്ങോട്ട് വെച്ചിരുന്നു. അതൊക്കെ ചിക്കണം. ഇനിയിപ്പോൾ ആ പാത്രങ്ങളൊക്കെ കുറച്ച് നേരത്തിന് ഇപ്പം ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ രാവിലത്തെ ഇപ്പോൾ നമ്മളൊക്കെ അപ്പോൾ മോറി വെച്ചാണ്ടൊക്കെ തുടച്ചിട്ടത് തന്നെയാണ്. പിന്നീട് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങിയത്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മോറി എടുത്ത് വെക്കട്ടെ. പിന്നെ തുടക്കൽ പിന്നെ ഇന്നിപ്പോൾ റിനുവിന് സ്കൂളില്ല കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് റിഫുവിനും ഹിസുവിനും മാത്രമേ സ്കൂളുള്ളൂ. അപ്പോൾ ഓള് തുടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഓള് തുടക്കാൻ വേണ്ടിയിട്ട് അവിടെ തുടക്കണമുണ്ട്. അങ്ങനെ പാത്രങ്ങളൊക്കെ ഞങ്ങൾ മോറി വെച്ചാണ് ആ തിരുമ്പിയതൊക്കെ ഞാൻ ചിക്കാൻ വേണ്ടി പുറത്തേക്കാണ് ഇറങ്ങിയത്. ആ തിരുമ്പിയതൊക്കെ അവിടെ അങ്ങോട്ട് അയലുമേലെ അങ്ങോട്ട് ചിക്കൻ ചെയ്തതിന് റിനു അവിടെ തുടക്കണം കേട്ടോ. അതൊക്കെ റിനു ആണ് കേട്ടോ. അപ്പം ഒന്ന് തുടച്ച് തരുന്നത്. അപ്പോൾ ഓളും ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പാത്രമൊക്കെ എന്താണ് മോരെടുക്കലും തിരുമ്പിയതൊക്കെ ഒന്ന് ചിക്കാണ്ട് ഞങ്ങൾക്ക് കൗത്തുക്ക് കയറി കൂടിയൊക്കെ കഴിഞ്ഞാണ് വന്നപ്പോൾ നമ്മളെ കുക്കറത്തെ ചോറൊക്കെ ഞാൻ 2 വിസിലൊക്കെ ആയാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട് ഓഫാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ തുറന്ന് നോക്കാം അതിൻ്റെ മട്ട എന്താക്കാന്ന് അറിയല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കോഴി പൊരിച്ച കപ്സച്ചോറ് നല്ല മട്ടത്തിന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ.